സാർ, ഈ വിദേശ സംഭാവനയിൽ കേന്ദ്ര അനുമതിയിൽ വിവേചനം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഷിൻഡെ ചോദിച്ചു, കിട്ടിയത് ഫട്നാവിസിന്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയ കേന്ദ്രം 2018 കേരളത്തെ തടഞ്ഞിരിക്കുന്നു. എങ്ങനെ കാണാം ഇതിനെ? കേരളം കുറച്ച് നാളായിട്ട് ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP ആവശ്യത്തിന് ഫണ്ട് നൽകുന്നില്ല. സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങളിലൂടെ ആ ഗവൺമെൻറ്റുകളെ ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. പല പ്രശ്നങ്ങളും അങ്ങനെ വരികയും അതിൻ്റെ കണക്കുകളും ചർച്ചകളുമൊക്കെ നിരന്തരമായി നടന്നു വരികയൊക്കെ ചെയ്യുന്നതാണ് നമുക്കറിയാം. നമുക്ക് ദുരന്തമുണ്ടായ സമയത്ത് നമ്മൾ വിദേശ സഹായം സ്വീകരിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനുള്ള അനുവാദം കേന്ദ്രത്തിനോട് ചോദിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് പ്രവാസികളായി പോകുന്നു. ആ പ്രവാസികൾ നല്ല രീതിയിൽ സംഭാവന ചെയ്ത് നമ്മളെ സഹായിക്കാനായിട്ട് തയ്യാറായ സമയത്താണ് അങ്ങനെ ഒരു ആവശ്യം കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ വെച്ചത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു അത് വേണ്ട, അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കങ്ങനെ സംഭാവന സ്വീകരിക്കാനായിട്ടുള്ള അധികാരം നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഹാരാഷ്ട്രയിലും ഇതേപോലെ തന്നെ നിരന്തരം പ്രളയങ്ങൾ, പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴൽ, പല ദുരന്തങ്ങളുണ്ടാവും. ആ ദുരന്തങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരുപാട് പണം വേണ്ടി വരും. അങ്ങനെ പണം ആവശ്യപ്പെടാനായിട്ട് അവർ തീരുമാനിക്കുകയും ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അതിനുള്ള അപേക്ഷ കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ തീരുമാനമെടുത്തില്ല. നിങ്ങൾ പിരിക്കണ്ട എന്ന് മഹാരാഷ്ട്രക്കാരോട് പറഞ്ഞില്ല. പക്ഷേ തീരുമാനം ഒന്നെടുക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് വീണ്ടും അവിടെ പ്രളയം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ BJPയുടെ മുഖ്യമന്ത്രിയാണ്. ദേവേന്ദ്ര ഫട്നാവിസാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. അദ്ദേഹം ഇതേപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച സമയത്ത് അവിടെയുള്ള മഹാരാഷ്ട്രക്കാരായിട്ടുള്ള വിദേശികളായിട്ട് അല്ലെങ്കിൽ പ്രവാസികളായി താമസിക്കുന്നതായിട്ടുള്ള ആളുകൾ ഞങ്ങൾ സംഭാവന തരാം എന്ന് പറയുന്നു. അദ്ദേഹം പല സ്ഥലത്തും, ഒരേ സ്ഥലത്തുനിന്നല്ല, പല സ്ഥലത്തും. അപ്പോൾ അദ്ദേഹം തിരിച്ച് മഹാരാഷ്ട്രയിലെത്തി ക്യാബിനറ്റ് അംഗങ്ങളോടും അതുപോലെ പാർട്ടി നേതൃത്വത്തോടൊക്കെ സംസാരിച്ചതിന് ശേഷം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഈ പ്രശ്നം വീണ്ടും അവതരിപ്പിക്കും. അപ്പോൾ കേന്ദ്ര നേതൃത്വം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം അങ്ങനെ വിദേശ ഫണ്ട് സ്വീകരിക്കാനായിട്ടുള്ള പ്രത്യേക അവകാശം മഹാരാഷ്ട്ര കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷനൊക്കെ അവർ നടത്തി അങ്ങനെ നടത്തുന്ന എല്ലാ ട്രസ്റ്റുകൾക്കും ഇങ്ങനെ വിദേശ സഹായം സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ മുന്നിൽ വന്നപ്പോഴാണ് കേരളം ആ വിഷയത്തിൽ പറയുന്നത് ഇതാണ് വിവേചനം എന്ന് പറയും. കാരണം മഹാരാഷ്ട്രക്കാർക്ക് കൊടുക്കാം, കേരളത്തിന് തരില്ല. അതെങ്ങനെ ശരിയാവണത്? അതൊരു വിവേചനപരമായ സമീപനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കേന്ദ്ര ഗവൺമെൻറ് അത് തിരുത്തി മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും, കേരളത്തിന് മാത്രമല്ല, വിദേശ ഫണ്ട് സ്വീകരിക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തേക്കാം എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. കാരണം ഓരോരുത്തർ ചെയ്താൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അതായത് ഇതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ വിദേശ സംഭാവന നേരിട്ട് സ്വീകരിക്കാൻ മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ 2018 കേരളത്തോട് കാട്ടിയത് വിവേചനമെന്ന് പാർലമെന്റ് രേഖകൾ വ്യക്തമാക്കുന്നു. പ്രളയക്കെടുതിയിൽപ്പെട്ട കേരളത്തിന് പല രാജ്യങ്ങളുടെയും സഹായ വാഗ്ദാനമുണ്ടെന്ന ബോധ്യത്തോടെയായിരുന്നു കേന്ദ്രം ഇതിന് തടസ്സം നിന്നത്. 2018 ഡിസംബർ 11 കേന്ദ്രം പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ ഇത് വ്യക്തമാണ്. പ്രളയക്കെടുതിയിൽപ്പെട്ട കേരളത്തിന് സഹായവും പുനരധിവാസവും ഒരുക്കാൻ ആഭ്യന്തര ഇടപെടലുകൾ മതിയെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ലോക്സഭയിൽ പറഞ്ഞത്. വിദേശ രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കാൻ നിലവിലെ നയം തടസ്സമാണെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവാസികൾ, ഇന്ത്യൻ വംശജർ എന്നിവർക്കും വിദേശ ഫൗണ്ടേഷനുകൾക്കും സംഭാവന നൽകുന്നതിന് തടസ്സമില്ലെന്നും അറിയിച്ചിരുന്നു. അതേ സർക്കാരാണ് വിദേശ രാജ്യങ്ങളുടെ പൗരന്മാരുടെ ഉൾപ്പെടെ സംഭാവന സ്വീകരിക്കാൻ മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയത്. അതെ, അത് വ്യക്തമായിട്ടും വിവേചനമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ ഇനി വരുന്ന സമയങ്ങളിൽ ഇത് തിരുത്തപ്പെട്ടേക്കാം. കാരണം ഇത് വിവേചനമാണെന്ന് വ്യക്തമാണ്. കാരണം ഒരു സംസ്ഥാനത്തിന് മാത്രം അങ്ങനെ അനുവാദം നൽകുകയും മറ്റൊരു സംസ്ഥാനത്ത് നൽകാതിരിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ഒന്ന് നമ്മുടെ ഫെഡറൽ സംവിധാനം, അതൊരു ഫെഡറൽ സംവിധാനമല്ല, ഒരു ക്വാസി ഫെഡറൽ, അർദ്ധ ഫെഡറൽ സ്വഭാവമാണ് നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിനുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ സമീപനം തന്നെയാണ് കേന്ദ്രത്തിന് സ്വീകരിക്കാനായിട്ട് കഴിയുള്ളൂ. വ്യത്യസ്തമായിട്ടുള്ള സമീപനം വന്നാൽ അത് വിവേചനമായിട്ട് ചിത്രീകരിക്കപ്പെടും. അതിനെ ന്യായീകരിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കഴിയില്ലെന്ന് ഞാൻ കണക്കാക്കണം.
ഈ കേരളത്തിന് UAE 700 കോടി സഹായ വാഗ്ദാനം ചെയ്തത് 2018 ഓഗസ്റ്റ് 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് അറിവില്ലെന്ന നിലപാടാണ് കേന്ദ്രം അന്ന് സ്വീകരിച്ചത്. ഒരു രാജ്യത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കേണ്ടതാണ് നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയം അനൗദ്യോഗികമായി സൂചിപ്പിക്കുകയും ചെയ്തു. സംഗതി വിവാദമായതോടെ കേരളത്തിന് ധനസഹായം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് UAE അറിയിച്ചു. ഖത്തർ, മാലദ്വീപ്, തായ്ലൻഡ് സർക്കാരുകളും സഹായ വാഗ്ദാനം നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. അപ്പോൾ അതാണ് സംഭവിച്ചത്. അതെ, 2018 നമുക്ക് നിരവധി സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ടു. നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോയി. അതിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ്റിന് നയസമീപനം തന്നെയാണ്. ആ നയസമീപനം തന്നെയാണ് തുടരുന്നതെങ്കിൽ മഹാരാഷ്ട്രയ്ക്ക് ഇപ്പോൾ അത് അനുവദിക്കാനായിട്ട് പാടില്ല. പക്ഷെ അത് മാറ്റാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് പ്രളയം അതേപോലെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് ഈ സഹായം സ്വീകരിക്കാം എന്ന നിലപാട് ചിലപ്പോൾ കേന്ദ്രം തീരുമാനിച്ചേക്കാം. അല്ലെങ്കിൽ അത് നിതാന്തമായ വിവേചനമായിട്ട് ചിത്രീകരിക്കപ്പെടും. ഈ കേന്ദ്ര നിലപാടിൽ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റുമോ അതിനെ? അല്ല, അതങ്ങനെയാണല്ലോ വരുന്നത് അവസാനം. കാരണം എന്ന് വെച്ചാൽ ആരെയാണ് ഇതിനെ അനുവദിക്കുന്നത്? BJPയുടെ ഗവൺമെൻറ്റിനെ അനുവദിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരെ അനുവദിക്കുന്നില്ല. ഇല്ല. അപ്പോൾ BJPയോട് ഒട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ BJPയുടെ തന്നെ സർക്കാർ, ആ സർക്കാരിന് കൊടുക്കുന്ന സഹായം BJP ഇതര സർക്കാരുകൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നതാണ് വിവേചനം. അത് തിരുത്തണം. കാരണം എന്ന് വെച്ചാൽ ഓരോ ഗവൺമെൻറ്റിനെയും ജനങ്ങളല്ലേ തിരഞ്ഞെടുക്കും. ജനങ്ങൾ തിരഞ്ഞെടുക്കും. ചിലപ്പോൾ BJPയുടെ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കും, ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കും, ചിലപ്പോൾ ഇതൊന്നും അല്ലാത്ത മറ്റ് പാർട്ടികൾ. നമുക്ക് അറിയാം, ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് CPMൻ്റെ ഒരു സർക്കാരുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പലരും ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്ന് വെച്ചാൽ സ്റ്റാലിൻ്റെ സർക്കാർ, ബംഗാളിലാണെന്ന് വെച്ചാൽ മമതയുടെ സർക്കാർ. ഓരോ സ്ഥലത്തും ഓരോ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വമാണ് നിലവിലുള്ളത്. കേരളത്തിലും ഇതൊരു പ്രാദേശിക പാർട്ടി പോലെ ആയിപ്പോയി ശരിക്കും. അതെ, ഇപ്പോൾ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ഇതുവരെ കേന്ദ്ര സഹായം ലഭിച്ചില്ല. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട് വിലയിരുത്തി പോയതാണ്. അല്ല, അതൊക്കെ വിവേചനം തന്നെയാണ് കണക്കാക്കപ്പെടുകയുള്ളൂ. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് പാർട്ടി, ഇപ്പോൾ BJPക്കാർ പറയും അതാണ് ശരിയെന്ന് പറയും, കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നയമാണ് ശരി. പക്ഷെ നമുക്കറിയാം കേരളത്തിൻ്റെ സഹായം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി നേരിട്ട് എല്ലാ സ്ഥലത്തും നടന്ന് പരിശോധിച്ച് അതിൽ വിധേയമായിട്ടുള്ള ഒരു പയ്യനെയൊക്കെ പിടിച്ച് ആശ്വസിപ്പിച്ച് എന്തായാലും സഹായിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സഹായം കൊടുത്തില്ലെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിക്കരുത്. കാരണം പൊതുവേ നമ്മളെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്, എല്ലാ സംസ്ഥാനത്തിൻ്റെയും പ്രധാനമന്ത്രിയാണ്. എല്ലാ സംസ്ഥാനങ്ങളോടും എല്ലാ ജനങ്ങളോടും ഒരേപോലത്തെ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ചിലപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ തയ്യാറാകുമ്പോഴും പ്രാദേശികമായിട്ട് ഉള്ള പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളൊക്കെ അതിനെതിരെ നിന്നേക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവരുടെ തീരുമാനങ്ങൾ മാറിപ്പോകുന്നത്. എന്തായാലും വയനാടിൻ്റെ കാര്യത്തിലെടുത്ത തീരുമാനം ശരിയാണെന്ന് ആർക്കും പറയാൻ പറ്റുന്നതല്ല. ഹൈക്കോടതി പോലും ആ കാര്യത്തിൽ അതിൻ്റെ ശരികേട് പ്രകടമാക്കിയതാണ്. ഞാൻ പറയുന്നത് അങ്ങനത്തെ സമീപനങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് പാടില്ല എന്നതാണ്. ഒരു സർക്കാരിൽ നിന്നും ഒരു മേഖലയിലും അങ്ങനെ വിവേചനപരമായിട്ടുള്ള സമീപനങ്ങൾ നല്ലതല്ല. എല്ലാവരും ഒരേപോലെ കാണുക, എല്ലാവർക്കും ഒരേ നീതി നൽകുക, അതാണ് യുക്തമായൊരു കാര്യം, അല്ലെങ്കിൽ സ്വീകാര്യമായ കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.